മലപ്പുറം താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ സിബിഐ അന്വേഷണം അട്ടിമറിച്ചെന്ന ആരോപണങ്ങൾക്കിടെ കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് രംഗത്ത്. സംഭവത്തിൽ പോലീസിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന പുതിയ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് യൂത്ത് ലീഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സിബിഐ ഡയറക്ടർക്കും പരാതി നൽകിയത്. കസ്റ്റഡിയിലെടുത്ത താമിർ ജിഫ്രിയോട് പോലീസ് കാട്ടിയ കൊടും ക്രൂരതയും അനാസ്ഥയും തുറന്നു കാട്ടുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. താമിർ ജിഫ്രിയുടെ കസ്റ്റഡി മരണത്തിൽ സിബിഐ സമർപ്പിച്ച കുറ്റപത്രത്തിലെ ദുരൂഹതകളുടെ മറനീക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പോലീസ് സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ. 2023 ഓഗസ്റ്റ് 1 പുലർച്ചെ താമിർ ജിഫ്രിയെയും സംഘത്തെയും സ്റ്റേഷന്റെ പിൻഭാഗത്തെ ഗേറ്റിലൂടെ അകത്തേക്ക് എത്തിക്കുന്നതാണ് ആ ദൃശ്യം. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം കസ്റ്റഡി മർദ്ദനത്തെ തുടർന്ന് അതീവ ഗുരുതരാവസ്ഥയിലായ താമറിനെ പോലീസുകാർ ചുമന്ന് ജീപ്പിലേക്ക് കയറ്റുന്നതാണ് രണ്ടാമത്തെ ദൃശ്യം. ജീവന് വേണ്ടി പിടഞ്ഞ മനുഷ്യന് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിലും പോലീസ് ഗുരുതര വീഴ്ച വരുത്തി. പുലർച്ചെ 4:18 ജീപ്പിൽ കയറ്റിയെങ്കിലും വാഹനം പുറപ്പെട്ടത് 4:23 മാത്രമാണ്. തുടക്കം മുതൽ കുടുംബം ഉന്നയിച്ച കൊലപാതകവാദങ്ങൾ അടിവരയിടുന്നതാണ് പുറത്തുവന്ന തെളിവുകൾ. ശരിയായ ദിശയിൽ കേസ് പഠിക്കാതെയാണ് സിബിഐ കുറ്റപത്രം നൽകിയതെന്നും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനാണ് സിബിഐ ശ്രമിച്ചതെന്നും കുടുംബം ആവർത്തിക്കുന്നു. പുതിയ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ കേസിൽ സമഗ്രമായ പുനരന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തി. ആഭ്യന്തരമന്ത്രിക്കും സിബിഐ ഡയറക്ടർക്കും യൂത്ത് ലീഗ് ഔദ്യോഗികമായി കത്തയച്ചു. കേസിൽ നിന്ന് കൊലപാതക കുറ്റം ഒഴിവാക്കിയ സിബിഐ നടപടി വലിയ വീഴ്ചയാണെന്നും സംഭവത്തിന് പിന്നിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും യൂത്ത് ലീഗ് ആവശ്യപ്പെടുന്നു. അന്വേഷണം അട്ടിമറിച്ചവർക്കെതിരെയും കൊലപാതകത്തിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെയും കർശന നടപടി ഉണ്ടാകും വരെ പ്രതിഷേധം ശക്തമാക്കാനാണ് യൂത്ത് ലീഗ് ആലോചിക്കുന്നത്. ന്യൂസ് മലയാളം, മലപ്പുറം.